സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോഴിതാ മറ്റൊരു ജാതി വെറിയുടെ ഇര കൂടി ഉണ്ടായിരിക്കുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ വീട്ടിലെ അവസ്ഥയും വീട്ടുകാരുടെ പ്രതികരണവും ഒക്കെ നമ്മൾ ഇന്നലെയും ഇന്നുമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നിതിന്റെ വീട്ടിൽ മന്ത്രി V ശിവൻകുട്ടി സന്ദർശനവും നടത്തിയിരുന്നു. ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിഥിയായി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമസ്കാരം മിനിസ്റ്ററെ. ഈ നിതിൻ രാജിന്റെ മരണം അത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ലജ്ജിച്ച് തലകുനിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അങ്ങ് ഇന്നലെ നിതിന്റെ വീട് സന്ദർശിച്ചിരുന്നു, വീട്ടുകാരെ നേരിൽ കണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. എന്താണ് മിനിസ്റ്റർ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? അവിടുത്തെ സാഹചര്യം നമുക്ക് ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യമല്ല അവിടെ കണ്ടത്. ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. നിതിൻ്റെ പിതാവ് കൂലിവേലയ്ക്കാണ് പോകുന്നത്. പെയിൻറ്റ് അടി ജോലിക്കാണ് പിന്നെ പോകുന്നത്. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം, ഭാവി ആശ്രയം എന്ന് പറയുന്നത് പിന്നെ നിതിൻ രാജായിരുന്നു. നിതിൻ രാജും ആ കുടുംബത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നന്നായി പഠിക്കുവാനും ഒക്കെയുള്ള പരിശ്രമം അത് നടത്തിയിരുന്നു. പക്ഷേ ഈ കോളേജിൽ തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ നിതിൻ രാജിന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിലവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെ അതീവ ഗൗരവമുള്ള വിഷയമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരിക്കലും നമുക്ക് വച്ചുപുറപ്പിക്കുവാൻ കഴിയാത്ത. അതാണ് മനസ്സിലായി. നമ്മൾ ഈ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോഴും അത് നമുക്കൊരു പുത്തരിയായിട്ട് തോന്നില്ല. കാരണം ഇതിനു മുൻപ് രോഹിത് വെമുലയിൽ തുടങ്ങി നിൽക്കുന്നു അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെയും. പക്ഷേ ഇതിപ്പം കേരളത്തിൽ 2 അധ്യാപകർ, അവർ ഒരു അധ്യാപകരെന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലെ നമുക്ക് അറിയാവുന്ന അധ്യാപകർ അങ്ങനെയല്ല. ഇത് ഒരു കുട്ടിയെ ജാതിപരമായി അധിക്ഷേപിക്കുന്നു, അതിനെ മാനസികമായി തളർത്തുന്നു തുടങ്ങി നിരവധി അതായത് സ്റ്റാഫ് റൂം അടക്കം അതിക്രമത്തിനും അധിക്ഷേപത്തിനുമുള്ള കേന്ദ്രമെന്നാണ് നിതിൻ്റെ ഓഡിയോ സന്ദേശം ഇന്നലെ നമ്മളൊക്കെ കേട്ടത്. അപ്പം ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഇവിടുത്തെ ഒറ്റപ്പെട്ടതെങ്കിലും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരൊക്കെ. കുടുംബം പരാതി നൽകി പോലീസിന്റെ അന്വേഷണമൊക്കെ ആരംഭിച്ചു എന്നറിയുന്നു. ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും മിനിസ്റ്ററെ? എന്തായാലും ഗവൺമെൻറ് അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഇന്നലെ ടെലിഫോണിൽ ഈ കാര്യങ്ങൾ ഞാൻ നിതിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ബോധ്യപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഈ 2 അധ്യാപകർ നമ്മുടെ സൂചിപ്പിച്ചുള്ള ബഹുമാനപ്പെട്ട MK റാം, അതുപോലെ അധ്യാപിക സംഗീത ടീച്ചർ, ഇവരെ പോലുള്ളവർ ധാരാളം ഇന്ന് ഇപ്പോഴും ഈ വിവിധ പ്രൊഫഷണൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ ഇൻ്റേണൽ മാർക്കിൻ്റെ പേരിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഭീഷണിയും ഒരു നേരായ മാർഗത്തിലല്ലാത്ത ഉള്ള ഇടപെടലും കാരണം ഒരുപാട് കുട്ടികൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. പലരും പുറത്തു പറയുന്നില്ല. ഇപ്പോൾ 100 മാർക്കിൻ്റെ 25 മാർക്ക് ഇൻ്റേണൽ മാർക്കാണ്. അതായത് 12.5% മാർക്ക് കിട്ടണം അവർക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവത്തോടു കൂടി ഈ ഇൻ്റേണൽ പരീക്ഷാ സമ്പ്രദായത്തിൽ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കോഴ്സുകളുടെ ദൈർഘ്യത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും ഒരു അധ്യാപകന് 25 മാർക്ക് തനിക്ക് ഇഷ്ടമുള്ള മാർക്ക് കൊടുക്കും. താൻ പറയുന്ന തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ ഞാൻ നിനക്ക് ഈ മാർക്ക് തരില്ല എന്നുള്ള നിലപാടിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. മാറ്റിയിട്ട് ഇത് നിർബന്ധമായിട്ട് ഇത് വേണമെന്നുള്ള കാര്യമുണ്ടെങ്കിൽ ഇതൊരു ഒരു പ്രത്യേക കമ്മിറ്റിയെ വിവിധ അധ്യാപകർ ചേർന്നിട്ടുള്ള മര്യാദയ്ക്കും മാന്യമായിട്ടുള്ള അധ്യാപകർ ചേർന്നിട്ടുള്ള
വിവിധ കമ്മിറ്റി ആയിരിക്കണം ഈ ഇൻറ്റേണൽ മാർക്ക് നിശ്ചയിക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു കുട്ടികളുടെ പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. കുട്ടികൾ പഠിക്കുന്നുണ്ടോ, അയാൾ പിന്നെ ഇതിന് പരീക്ഷ എഴുതി, ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അധ്യാപകൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ കാര്യത്തിൽ, ഇതേപോലുള്ള അധ്യാപകൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് വാങ്ങുന്നത്? നമ്മൾ ന്യായമായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. അവിഹിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത്തരം അധ്യാപകർ കാണുന്നത്. ആ അധ്യാപകർ ഈ നിതിൻ രാജിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ നിതിൻ്റെ അച്ഛനും അവരുടെ ബന്ധുക്കളുമൊക്കെ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലാണോ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സംശയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹം ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ പിന്നെ വേറെ ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ പ്രത്യേക അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള അന്വേഷണ സംഘം സകല വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയോ ഒരു സഹതാപോ ഈ അധ്യാപകരോട് കാണിക്കാൻ വേണ്ടി പാടില്ല. എന്ന് മാത്രമല്ല, ഈ ഇന്ത്യയിലുള്ള മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസ്ഥ പിന്നെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് ഇന്ത്യയുടെ അസസ്മെൻറ്റ് മാർക്കുണ്ട്. അത് ഒരു വ്യവസ്ഥ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ പ്രൊഫഷണൽ കോളേജിലാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്നിരിക്കുന്നത്. റിസർച്ച് സ്കോളേഴ്സ് ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ചട്ടക്കൂടി തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ നിതിൻ രാജിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് നിതിൻ രാജിനോടൊപ്പമാണ്. ഇപ്പം അങ്ങ് തന്നെ സൂചിപ്പിച്ചായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്നും പരാതിപ്പെട്ടാൽ നിന്റെ ബോഡിയാകും ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ അധ്യാപകർ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അപ്പം ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ കോളേജിൽ ഇപ്പം ഈ അഞ്ചരക്കണ്ടി കോളേജിൽ തന്നെ പഠനം ഉപേക്ഷിച്ച നിരവധി പേരുണ്ടെന്ന് പറയുന്നു. പ്രതിവർഷം 14,000-ഓളം വിദ്യാർത്ഥികൾ സംഘർഷങ്ങൾ കൊണ്ട്, അതായത് ഈ പഠിക്കുന്ന സ്ഥലങ്ങളിലെ മാനസിക സംഘർഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ദേശീയ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ. ഇപ്പം ഈ അങ്ങിപ്പോൾ സൂചിപ്പിച്ചു, അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കാം. ഇപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രശ്നക്കാരായ അധ്യാപകർ, അല്ലെങ്കിൽ നമുക്ക് ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന അധ്യാപകർ, അവർക്കെതിരെ സംസാരിക്കാൻ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറോ അതല്ലെങ്കിൽ ഇവരെ മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനമോ അതൊക്കെ നമുക്ക് ഇനിയെങ്കിലും വേണ്ടേ മിനിസ്റ്ററെ? അല്ല, അതിനേക്കാൾ കടുത്ത സംവിധാനങ്ങളാണ് വേണ്ടത്. ഈ അധ്യാപകർ മാത്രം തീരുമാനിക്കേണ്ട ഒരു അധ്യാപകൻ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഈ അധ്യാപനം മാത്രം പ്രത്യേകിച്ചൊരു പിന്നെ അവകാശം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ തൻ്റെ ഇംഗിതത്തിനൊത്ത് പിന്നെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ തോൽപ്പിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 12% മാർക്ക്, 50-ൽ 12% മാർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എത്ര മാർക്കിന് പരീക്ഷ എഴുതി കഴിഞ്ഞാലും ആ കുട്ടി തോക്കുകയാണ്. അപ്പോൾ ഒരു ഡോക്ടറാവണോ? അതെ, ഞാനിപ്പോൾ പിന്നെ ഇതിനെ പിന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കണോ എന്ന് ആലോചിക്കുമ്പോൾ എന്താ സംഭവിച്ചുകൊള്ളട്ടെ, ഡോക്ടറാവാം. അവസാനം മനം നൊന്ത് പിന്നെ ഇതുപോലുള്ള പിന്നെ നിതിൻ രാജിനെ പോലുള്ള അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഡോക്ടർമാരുടെ സംഘടനയും ചെയ്യും. അതേപോലെ തന്നെ പ്രൊഫഷണൽ കോളേജിലെ സംഘടനകളുണ്ടെങ്കിൽ അവർ ഗൗരവത്തോടുകൂടി ഇതിനെ ആലോചിക്കണം. ഇതൊക്കെ നടക്കുന്ന മര്യാദ കാര്യങ്ങളല്ലേ എന്നുള്ള വിവരം ആലോചിക്കണം. ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അറിയേണ്ടത്. ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എത്ര ദയനീയമാണ് ആ വീടിൻ്റെ സ്ഥിതി. ഇന്നലെ പിന്നെ ഇതൊന്നും താങ്ങാൻ കഴിയാതെ അയാളുടെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയും കാര്യങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികൾ ജാതിയും മതമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇതിൻ്റെ പിന്നെ ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ നമുക്ക് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യുക എന്ന് മാത്രമല്ല, ഈ പിന്നെ ഇത്തരം കോളേജുകൾ ഇവിടെ കേരളത്തിൽ വേണോ വേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം. അതാണ് ധീരമായി ഇവരെ എടുക്കേണ്ട ഒരു നടപടി എന്ന് പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കോളേജുകൾ കേരളത്തിൽ വേണോ വേണ്ടേ? ഇത് പിന്നെ അന്തിച്ചന്തയിൽ സാധനങ്ങൾ ലേലം വിളിക്കുന്ന പോലെ സീറ്റിന് ലേലം വിളിച്ച് പിന്നെ കുട്ടികളെ ചേർക്കുക, എന്നിട്ട് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി ഒരു കുട്ടിയെ പറഞ്ഞു വിടുക, എന്നിട്ട് ആ സീറ്റിൽ പിന്നെ ആളിനെ ചേർക്കുക. ഇതെല്ലാം നമുക്കൊക്കെ നല്ലവണ്ണം അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു സമഗ്രമായ അന്വേഷണം നടത്തണം. ഇതൊന്ന് ഒരു കാരണവശാലും ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു കാരണവശാലും പിന്നെ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. പല കേസുകളും കോടതിയിൽ ചെല്ലുന്ന അവസരത്തിൽ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ
ഒന്ന് മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെത്തേക്ക് കഴിഞ്ഞ പിന്നെ 5 വർഷത്തിനിടയിൽ പോസ്കോ കേസിൽ പ്രതിയായിട്ടുള്ള 50 അധ്യാപകരെയാണ് പിരിച്ചുവിട്ടത്. പത്രങ്ങളിൽ കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പത്രങ്ങളിൽ കൊടുത്ത് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിരിച്ചുവിട്ടാലേ ശരിയാവുള്ളൂ. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നം കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ മിനിസ്റ്റർ, അപ്പം നിതിൻ്റെ ഈ ഒരു വിഷയം അത് അവസാനത്തെ സംഭവമായി തീരട്ടെ. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കും എന്ന് തന്നെ പ്രത്യാശിക്കാം. മിനിസ്റ്റർ, മറ്റ് ഒരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഈ വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും മദ്യപൻ തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി കഴിഞ്ഞ 5 മാസമായിട്ട് ചികിത്സയിലാണ്. കുട്ടിയുടെ പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ കുട്ടി വയ്യാതെ ഈ ആശുപത്രിയിൽ അടുത്ത സമയത്ത് അങ്ങ് അവിടെ ചെന്നിരുന്നു, കുട്ടിക്ക് സഹായമൊക്കെ കൊടുത്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ മറ്റ് ചികിത്സാ സഹായങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ലഭ്യമായില്ല എന്നൊരു പരാതി കൂടി ആ കുടുംബത്തിനുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു ജാഗ്രത കുറവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടോ മിനിസ്റ്ററെ? ഞാൻ യഥാർത്ഥത്തിൽ അന്ന് ഞാനും CPM ജില്ലാ സെക്രട്ടറി ജോയുമായിട്ട് അന്ന് അവിടെ പോയതാണ്. കുട്ടിയുടെ അമ്മയെ കണ്ടതാണ്. കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ള ഒരു ചെറിയ സഹായം ചെയ്തതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്ന് പറഞ്ഞതാണ്. അതിനുശേഷം കുട്ടി ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് പിന്നെ ഡിസ്ചാർജ് വാങ്ങി എറണാകുളത്ത് മറ്റോ വെച്ച് ട്രീറ്റ്മെൻറ്റ് പോയതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കുട്ടിയുടെ അമ്മയോ ബന്ധുക്കളോ ആരെങ്കിലും വന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പിന്നെ ഗവൺമെൻറ്റിനെ കൊണ്ട് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ പിന്നെ മോശപ്പെട്ട നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു സഹായവും ചെയ്തില്ലെന്ന് തന്നെ പറയാം. എന്തോ ചെറിയൊരു സഹായം അതിന് സഹായമായിട്ടൊന്നും കൂട്ടാൻ വേണ്ടി ഒന്നും പറ്റില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കഴിവുകൊണ്ട് മാത്രം കുട്ടി രക്ഷപ്പെട്ടതാണ്. അല്ലാതെ റെയിൽവേയുടെ സഹായം കൊണ്ടോ വേറെ ആരുടെ സഹായം കൊണ്ടോ രക്ഷപ്പെട്ടതല്ല. കുട്ടിയെ വീണ്ടും നമുക്ക് കേരള ഗവൺമെൻറ് സഹായം ആ കുട്ടിയുടെ ആവശ്യമുണ്ടെങ്കിൽ കുട്ടി മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് തയ്യാറാക്കി തരട്ടെ, ഒരു അപേക്ഷ തയ്യാറാക്കി തരട്ടെ. എന്നെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഏൽപ്പിക്കട്ടെ. ഞാൻ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ച് അതിന് പിന്നെ ഇപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവാദം വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന കാര്യം സംബന്ധിച്ചാൽ ആലോചിക്കാം. ഓക്കെ മിനിസ്റ്റർ, ശരി. മിനിസ്റ്ററിനെ ഒരു കാര്യം കൂടി വെച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഈ എല്ലാവരും കൂട്ടിക്കിഴിക്കലൊക്കെയാണ്. നിയമത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് മിനിസ്റ്റർ? അപ്പോൾ തന്നെ ഇടതു മുന്നണിയുടെ ഒരു പൊതു പ്രതീക്ഷ എന്താണ്? നിയമത്തെ LDF അവിടെ ജയിക്കും, അതിനൊരു സംശയമില്ല. കാരണം 3 തെരഞ്ഞെടുപ്പിൽ 2 ഇലക്ഷൻ LDF ആണ് അവിടെ ജയിച്ചത്. ആ സമയത്തെല്ലാം പിന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം ജയിച്ചുകൊണ്ടിരുന്നത് പിന്നെ BJP ആയിരുന്നു. ഇപ്രാവശ്യം ആണെങ്കിൽ BJPക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പിന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനവിടെ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ആ കാര്യങ്ങളിൽ സമയക്കുറവ് മൂലം നിങ്ങൾ ലൈവിൽ ചർച്ചയായിട്ട് പോകുന്നില്ല. പിന്നെ ഞാനവിടെ MLA എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒരു പരാതിക്കും ആർക്കും ഇടം നൽകാതെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഒരു കാര്യവും ആരും വിചാരിച്ചാലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നിയമത്തെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ മിനിസ്റ്റർ, അപ്പം താങ്ക് യു. നമുക്കിപ്പം ജോയിൻ ചെയ്തതിന് എല്ലാവിധ ആശംസകളും വിജയാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആവട്ടെ എന്ന്.